പെരുമ്പാവൂരിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. ശേഷം പെരുമ്പാവൂർ ടൗൺ ചുറ്റി പ്രതിഷേധവും സംഘടിപ്പിച്ചു. സുപ്രീം കോടതി വരെ എത്തി തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒരു കേസിൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം വിധി നടത്തൽ നടപടികൾക്കായി നിയോഗിക്കപ്പെട്ട അഡ്വക്കേറ്റ് കമ്മീഷണർ MK ജയപാലിനെ സാമൂഹിക വിരുദ്ധർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് പെരുമ്പാവൂർ ബാർ അസോസിയേഷനിലെ മുഴുവൻ അഭിഭാഷകരും കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പെരുമ്പാവൂർ ടൗൺ ചുറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. കോടതി നടപടികൾ അഭിഭാഷകരുടെ നിസ്സഹകരണത്തെ തുടർന്ന് സാധാരണ നിലയിൽ പ്രവർത്തിക്കപ്പെട്ടില്ല. പ്രതിഷേധ യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KM അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം കാണിച്ചിരിക്കുന്നത് നമ്മുടെ കുന്നത്തുനാട് താലൂക്ക് തഹസീൽദാറാണ്. ADMന് ചുമതല കൊടുത്ത് ബഹുമാനപ്പെട്ട മുൻസിഫ് ഇവിടെ നിന്ന് പോലീസിനെ SPയെയും വിളിച്ച് നിർദ്ദേശം കൊടുത്ത് വിട്ടിട്ടും പോലീസിനെ ആക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം ഒപ്പിട്ട് നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ തഹസീൽദാർ അതിൽ നിന്ന് പിന്മാറുകയും ADM വന്നതിന് ശേഷം മാത്രം എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. പക്ഷേ ADM അദ്ദേഹത്തിന്റെ ചുമതല തഹസീൽദാറിന് കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹം ആ ചുമതല നിറവേറ്റാതെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ആരുടെയൊക്കെയോ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അഭിഭാഷകരുടെ ഇടയിൽ നിന്നും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ നിരവധി പേർ പല കേസുകളിലും കമ്മീഷനായിട്ട് പോവുകയും അവിടെയുള്ള ഏതെങ്കിലും കക്ഷികൾ അവരെ കയ്യേറ്റം ചെയ്യാനായിട്ട് മടിക്കാത്ത സാഹചര്യവും ഇനി ഉണ്ടാകും. അഭിഭാഷക സംഘടനകളെ പ്രതിനിധീകരിച്ച് KC മുരളീധരൻ, KP അജയൻ, KM ഷംസുദ്ദീൻ, TV എൽദോ എന്നിവരും അഭിഭാഷകരായ KK ജോർജ്, PK സൈമൺ, PT വർഗീസ്, C ഗിരീഷ് കുമാർ, അരുൺ ബേസിൽ എന്നിവരും സംബന്ധിച്ചു. ഈ മർദ്ദിച്ച അഷ്റഫ് എന്ന് പറയുന്ന ആളെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. തഹസിൽദാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. 200ഓളം പോലീസുകാരും ഉണ്ടായിരുന്നു. ഇത്രയും പോലീസുകാരും തഹസിൽദാരൊക്കെ ഉണ്ടായപ്പോൾ വളരെ ഗൗരവമായിട്ട് വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും തഹസിൽദാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പരിഹരിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പെരുമ്പാവൂരിലെ അഭിഭാഷകർ കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ടൗണിൽ പ്രകടനം നടത്തി ഇവിടെ നമ്മളൊരു പ്രതിഷേധ യോഗം ചേരുന്നത്. തീർച്ചയായിട്ടും ഇത് പെരുമ്പാവൂർ ബാർ അസോസിയേഷന് വേണ്ടി മാത്രം നടത്തുന്നൊരു സമരമല്ല. ഇത് കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിന് വേണ്ടിയിട്ട് ശക്തവും അതുപോലെ തന്നെ സ്വതന്ത്രവുമായിട്ടുള്ള തൊഴിൽ പരിസരം ഉറപ്പുവരുത്തുവാനായിട്ടാണ് ഈ സമരമാർഗ്ഗങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അധികാര സ്ഥാനങ്ങളും അതുപോലെ തന്നെ ജുഡീഷ്യറിയും ഒക്കെ തന്നെ ഈ സമരം അതിന് ഗൗരവത്തിലെടുക്കുമെന്നും ഈ കുറ്റക്കാരായിട്ടുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കോടതി നടപടികൾക്ക് തടസ്സമുണ്ടാക്കുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നിയമപരമായും സംഘടനാപരമായും ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടിവരുമെന്നും യോഗത്തിൽ പറഞ്ഞു. പോലീസിനെതിരെയും കുന്നത്തുനാട് താലൂക്ക് തഹസിൽദാർക്കെതിരെയും ശക്തമായ പ്രതിഷേധമുയർന്നു. മർദ്ദിച്ച സാമൂഹിക വിരുദ്ധരിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.